വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. നമുക്കിന്നൊരു വാഴക്കൂമ്പ് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവിൻ്റെ വാഴക്കൂമ്പാണ്. അതുപോലെ തന്നെ പാളയംകോടൻ്റെ വാഴക്കൂമ്പ് വേണം നമുക്ക് ഉപയോഗിക്കാം. ചില വാഴയുടെ കൂമ്പ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് തോന്നാറുണ്ട്. സാധാരണ ഈ പാളയംകോടൻ്റെയും ഞാലിപ്പൂവിൻ്റെയും വാഴക്കൂമ്പിന് കയ്പ്പ് ഇല്ല. അതുപോലെ ഏത്തവാഴയുടെ വാഴക്കൂമ്പ് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കറിയില്ല. സാധാരണ ഞാൻ എപ്പോഴും പാളയംകോടനും ഞാലിപ്പൂവിനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വാഴക്കൂമ്പ് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ പുറത്തെ ഔട്ടർ ലെയറല്ലേ, ആ ചുമന്ന കളർ, അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് അകത്തുള്ള വെള്ള പാർട്ട് മാത്രമാണ് ചില ആളുകൾ എടുക്കാറുള്ളത്. ഞാനത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നില്ല. ആദ്യത്തെ ഒരു 3-4 ലെയർ ഞാൻ റിമൂവ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ബാക്കിയെല്ലാം ഞാൻ എടുക്കുകയാണ്. ഈ വാഴക്കൂമ്പിലും വാഴപ്പിണ്ടിയിലും ഒക്കെ ധാരാളം ഔഷധമൂല്യങ്ങളുണ്ട്. സാധാരണ ഇത് കാണപ്പെടുന്നത് ഫൈബറാണ്. ഫൈബറിൻ്റെ ഒരു കലവറ തന്നെയാണ് വാഴക്കൂമ്പ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് നല്ലപോലെ തടവി എടുക്കുക. അതല്ലെങ്കിൽ ഈ വാഴക്കൂമ്പിനകത്ത് നല്ലൊരു കറയുണ്ടാവും. അത് നമ്മുടെ കയ്യിൽ പിടണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കറുത്തിരിക്കും. ഞാൻ ഓൾറെഡി ഒരു വാഴക്കൂമ്പ് അരിഞ്ഞിരുന്നു. അതിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ വാഴക്കൂമ്പ് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇതുപോലെ കൊത്തി അരിയണം. അപ്പം കൊത്തി അരിയുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഇത് നടുക്കെ കീറിയിട്ട് കുഞ്ഞു പീസായിട്ട് നമുക്ക് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് അരിയാം. പക്ഷേ കൂടുതൽ നല്ലത് ഇതുപോലെ കൊത്തി അരിയുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ 2 വാഴക്കൂമ്പും നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ട് ഇതിനകത്ത് ചെറിയ നാര് പോലെ, ഞാൻ പറഞ്ഞില്ല ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടില്ലേ. അരിഞ്ഞപ്പോൾ തന്നെ ഈ നാര് പോലെ ഇതിനകത്ത് കിടപ്പുണ്ട്. ചില ആളുകൾ ആ നാര് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് മാറ്റാറുണ്ട്. ഞാൻ വെളിച്ചെണ്ണ തേച്ചത് കാരണം എൻ്റെ കയ്യിലധികം കറിയായിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അരിയുന്നതിന് മുമ്പ് കയ്യിൽ നല്ല പോലെ വെളിച്ചെണ്ണ തടവുന്ന കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഒന്നുകിൽ കുറച്ച് വെളിച്ചെണ്ണ, അതിലെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നല്ലപോലെ ഞെരടുമ്പോഴത്തേക്ക് അതിനകത്തെ കറയൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും. എന്നിട്ട് ഇതുപോലെ ഉപ്പിട്ട് നല്ലപോലെ കൈവച്ച് ഞെരടി കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് നല്ലപോലെ ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ കറ കളയണം. അപ്പോൾ ഇത് ഉപ്പിട്ട് ഞെരടി ഒരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ്. ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റായി. ഇനി നമുക്ക് നല്ലപോലെ ഞെക്കി ഇത് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ കറിയെല്ലാം ഇതുപോലെ നല്ല പോലെ ഞെക്കി വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്കിതിൻ്റെ കറ മാറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതിനകത്തൊന്നും ഇത് ഇറങ്ങി വരുന്ന അതിൻ്റെ നീരാണ്, നീരും കറയാണ്. അപ്പം അത് നമുക്കിതുപോലെ നല്ല പോലെ ഞെക്കി പിഴിഞ്ഞ് നമുക്കത് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ മാറി നമ്മുടെ വാഴക്കൂമ്പിൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനാക്കി എടുക്കാം. അടുപ്പത്ത് ഒരു പാത്രം വെച്ച് നമുക്ക് ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിടി അരിയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഈ അരി ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ തോരന്. അപ്പോൾ നമുക്ക് അരി ഇതുപോലെ നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഈ അരിയും കടുകും എല്ലാം ഭാഗത്തേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ ആ തോരൻ്റെ പാർട്ട് വെച്ച് നമുക്കിതുപോലെ മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് ആവി കയറ്റി ഈ തോരൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരമോളം നമ്മുടെ തോരൻ ആവി കയറിയിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നമ്മുടെ ആ തോരൻ്റെ ആ തേങ്ങയെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് സാധാരണ വൻപയർ പുഴുങ്ങിയതോ അതുപോലെ പരിപ്പോ ചെറുപയറോ ഒക്കെ ചേർക്കാറുണ്ട്. മുതിരയില്ലേ, മുതിരയൊക്കെ നമുക്കിതുപോലെ വേവിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സമയത്ത് ചേർക്കാം. ഇപ്പോൾ എനിക്ക് 2 കൂമ്പ് കിട്ടിയത് കാരണമാണ് ഞാൻ അതൊന്നും ചേർക്കാണ്ടിരുന്നത്. ഇങ്ങനെ തനിയെ വെക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനകത്ത് ധാരാളം നാരുണ്ടെന്ന്. ചിലവർ ഈ കഴിക്കുമ്പോൾ ഈ നാര് നാവി കുടുങ്ങുമ്പം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു സ്പൂണോ ഒരു മരത്തവിയോ വെച്ചിട്ട് നമുക്കിതുപോലെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നാര് ഇതുപോലെ ഇങ്ങനെ പോരും. എന്നിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ നാരെല്ലാം ഇങ്ങനെ പോരും. ഈ നാര് കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ ഈ കഴിക്കുന്ന സമയത്ത് ഈ വായിലിങ്ങനെ വലിഞ്ഞു വരുന്ന പോലെ തോന്നും. അത് മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. നമുക്കിത് ഇതുപോലെ നിരത്തിയിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകളായിട്ടും കാണും വരേക്കും ബൈ.